പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിൻ്റെ കേൾവിക്കാരായി ദൈവം വിളിച്ചു വേർതിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ നമ്മൾ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങി വരേണ്ടതിൻ്റെ ആവശ്യത്തിലേക്കുള്ള ധ്യാനങ്ങളാണല്ലോ നടത്തി വരുന്നത്. ഇന്നും നമ്മൾ നാളത്തെ ഞായറാഴ്ചത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ധ്യാനിക്കുക എന്നുള്ള ആ ഒരു ചിന്തയിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്നിരിക്കുന്നു. പെന്തക്കോസ്തിക്ക് ശേഷം 4-ാമത്തെ ഞായറാഴ്ചയാണ് നാളെ. നമുക്ക് ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇതുവരെ കരുതിയ കൃപയ്ക്കായി നന്ദിയോടെ കർത്താവെ തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, ഇത് അനേകർക്ക് കേൾക്കുവാനും അനേകരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകുവാനും അനേകർക്ക് യഥാർത്ഥ വിശ്വാസത്തോടെ ദൈവസ്നേഹത്തോടെ ആരാധനയിൽ പങ്കെടുക്കുവാനും അവിടുത്തെ കൃപ ധാരാളമായി ചൊരിയണമേ. ബലഹീനനായ എന്നെയും അവിടുന്ന് ബലപ്പെടുത്തി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്താം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പെന്തക്കോസ്തിയുടെ ശേഷം വരുന്ന 4-ാമത്തെ ഞായറാഴ്ചത്തെ വായനകൾ. ഇന്ന് ശനിയാഴ്ച സന്ധ്യയിൽ നമ്മൾ ധ്യാനിക്കേണ്ടത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 16 വരെ വാക്യങ്ങളും, നാളെ പ്രഭാതത്തിൽ ധ്യാനിക്കേണ്ട വേദപുസ്തക ഭാഗം അതേ സുവിശേഷം തന്നെ 10-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 24 വരെ വാക്യങ്ങളാണ്. വീണ്ടും വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുമ്പോൾ പഴയ നിയമ വായനകൾ ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 29 വരെ വാക്യങ്ങളും, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 14 മുതൽ 18 വരെ വാക്യങ്ങൾ, ഹോസിയ അല്ലെങ്കിൽ ഹോശായ പുസ്തകം 5-ാം അധ്യായം 11-ൻ്റെ 6 വരെയും 5-ാം അധ്യായം 11 മുതൽ വചനങ്ങളും 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവും, യേശയ്യാ പ്രവചനം 65-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെ വാക്യങ്ങളുമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ലേഖനങ്ങൾ വായിക്കുമ്പോൾ പൊതുവിനെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തല പ്രവൃത്തി 6-ൻ്റെ 1 മുതൽ 7 വരെയും, ലേഖനം പൗലോസ്ലീഹ എഴുതിയ 1 കൊരിന്ത്യർ 10-ൻ്റെ 14 മുതൽ 18 വരെയും, സുവിശേഷം എവൻഗേലിയോൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളുമാണ്. നമുക്ക് എത്രയും എളുപ്പത്തിൽ ഈ വചനങ്ങളെ ഒന്ന് ധ്യാനിച്ച് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ ഇരിക്കുക. ഒരിക്കൽ കൂടെ വീണ്ടും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഈ വചനങ്ങളെ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മറിയം തിരഞ്ഞെടുത്തതുപോലെ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. പരിശുദ്ധ അമ്മയെല്ലാം വചനം കേട്ട് ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചതുപോലെ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ ഉള്ളത്തിൽ സ്വീകരിച്ചുകൊണ്ട് അനേകർക്കത് അനുഗ്രഹപ്രദമായി തീരുവാനും ഞങ്ങളുടെ നിത്യജീവന കാരണമായി തീരുവാനും ഇടയാകണമേ. പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. സന്ധ്യാവായന, പ്രിയമുള്ളവരെ, അത് നമ്മൾ ധ്യാനിക്കുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ വായനയോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഈ 2 പേരായി കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നതും അവരെ വലിയ സന്തോഷത്തോടെ തിരികെ വരുന്നതുമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അത് സുവിശേഷ വേലയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒരു വിളിയായിട്ട് അതിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് സുവിശേഷ വേലയിൽ എപ്പോഴും 2 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും 2 പേര് ഓരോ കാര്യങ്ങൾക്ക് പോകുന്നതും ഏറെ കരുത്തുള്ളതായി തീരുമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഒറ്റയ്ക്കല്ല, ഈ 2 പേരായിട്ട് പോകുമ്പോൾ, പ്രിയമുള്ളവർ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വിഷമത്തിലിരിക്കുന്ന ഒരാളോട് ഒരു വീട്ടിൽ ചെന്ന് ഒരു കാര്യം പറയുമ്പോൾ തന്നെ 2 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കാം, ഒരു വ്യക്തിക്ക് അവരുടെ സങ്കടങ്ങൾ കേട്ട് അവരെ ആ പ്രയാസത്തിൽ നിന്ന് മോചിപ്പിക്കാം.
ഇതൊക്കെയായിരിക്കാം ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ശിഷ്യരെ തിരഞ്ഞെടുക്കുമ്പോൾ ഉദ്ദേശിച്ചത്. യേശുവിൻ്റെ ആ ഉദ്ദേശം ഏറെ നല്ലതാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 പേര് ഉണ്ടെങ്കിൽ എപ്പോഴും അതിനൊരു ബലമുണ്ട്. തന്നെയുമല്ല, അതൊരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ഏറെ ബലമാണ്. എൻ്റെ ജീവിതത്തിൽ വചന ശുശ്രൂഷയിലായാലും അല്ലെങ്കിൽ ആതുര ശുശ്രൂഷ രംഗത്തായാലും ഞാനും ഭാര്യയും ഒരേ ചിന്തയിൽ നിൽക്കുന്നത് തന്നെ ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഏറെ ബലം നൽകുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് 2 പേർ ഒരുമിച്ച്, 2 പേർ ഐകമത്യപ്പെട്ട് എന്തു ചോദിച്ചാലും സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടേണ്ടതിന് അത് നൽകുമെന്ന് യേശു പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എപ്പോഴും 2 പേര് ആത്മീയ രംഗത്തുണ്ടായിരിക്കുന്നത്, ഒരേ ഹൃദയത്തിലായിരിക്കുന്നത് നല്ലത് എന്ന് ഓർപ്പിക്കുന്നു. രണ്ടാമത്തെ ചിന്ത ആ ഭാഗത്തൊക്കെ വരുന്നത് കഴിഞ്ഞ ഞായറാഴ്ചത്തേക്കാൾ വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് സുഖകരമല്ല യാത്രയെന്നാണ്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ അയക്കുന്നു എന്നാണ്. സുഖകരമല്ല. സുവിശേഷ പ്രവർത്തന രംഗത്തായിരിക്കുന്നത് അത്ര സുഖകരമായ ഒരു യാത്രയല്ല. അതുകൊണ്ട് ആ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ അയക്കുന്നത് കൊണ്ട്, അങ്ങനെയാണ് അയക്കപ്പെടുന്നത് കൊണ്ട് പ്രതിബന്ധങ്ങളുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് മുൻകരുതലുകളൊന്നും എടുക്കണ്ട എന്നും അവിടെ യേശു പറയുന്നുണ്ട്. കാരണം മുൻകരുതലൊക്കെ യേശുവാണ്. അബ്രാഹാമിനോട് ദൈവം പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ, അബ്രാം, ഞാൻ നിനക്ക് പരിചയമാണ്, നിൻ്റെ പ്രതിഫലം വലുതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പരിച, നമ്മുടെ സംരക്ഷണം യേശുവാണ്, ദൈവമാണ്. അതുകൊണ്ട് പ്രതിബന്ധങ്ങളിലേക്കാണ് നമ്മൾ, പ്രതിസന്ധികളിലേക്കാലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിലും നമുക്ക് പരിചയമായി, നമുക്ക് സംരക്ഷകനായി ദൈവമുണ്ട് എന്നുള്ള ആ വിശ്വാസമാണ് നമുക്കവിടെ ആവശ്യം. അല്ലാതെ ഭൗതികമായിട്ടുള്ള ഒരു കരുതലുകളല്ല എന്ന് യേശുവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. 4-മത്തെ ഒരു ചിന്ത അവിടെ വരുന്നത്, ഏത് വീട്ടിൽ ചെന്നാലും സമാധാനമെന്ന് പറയണമെന്ന്. ഏത് വീട്ടിൽ ചെന്നാലും സമാധാനം കൊടുക്കണം. നിങ്ങൾക്ക് സമാധാനം എന്ന് പറയണം. അപ്പോൾ സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. അവിടെ ഒന്നും കറങ്ങി നടക്കരുതെന്നാണ് പറയുന്നത്. ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ എന്താണോ സൗകര്യം, ആ സൗകര്യത്തിൽ വേല ചെയ്യാനായിട്ട് അവിടെ ജീവിക്കണമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടെ വിളമ്പുന്നത് ഭക്ഷിക്കണമെന്ന് പറയുമ്പോൾ എന്താണോ ആ വീട്ടിലുള്ളത്, ഇപ്പോൾ ഒരു ദാരിദ്ര്യ വീട്ടിലോ ഒരു പിശുക്കൻ്റെ വീട്ടിലോ ആണ് നമ്മളെ സ്വീകരിക്കുന്നതെങ്കിൽ അവിടെ എന്താണോ വിളമ്പുന്നത് അത് ഭക്ഷിക്കണം. ഇനി വലിയ ധനവാൻ്റെ വീട്ടിലാണ് സ്വീകരിക്കുന്നതെങ്കിൽ, കുറച്ചും കൂടി ആർഭാടമായിട്ടാണ് വിളമ്പുന്നതെങ്കിൽ അതും സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്ക് നമുക്കെടുത്താൽ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന ഒരനുഭവമാണ്. സുഭിക്ഷതയിലും ദുർഭിക്ഷതയിലും ജീവിക്കാൻ കഴിയും. ഞാൻ ഓർക്കുന്നില്ല, ഞാനൊരു ദൂര സ്ഥലത്ത് വചനപ്രസംഗത്തിനായിട്ട് പോയപ്പോൾ 5 ദിവസം താമസിച്ചുള്ളൊരു ധ്യാനമാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ സന്ധ്യയ്ക്ക് ഇങ്ങനെ സുവിശേഷ യോഗം, പകൽ സമയം അവിടെ വീടുകൾ കയറും. വൈകുന്നേരം ഞങ്ങൾ ഒരു 9:30 മണിക്ക് യോഗമെല്ലാം കഴിഞ്ഞ് അത്താഴം കൊണ്ട് കിടന്നു കഴിഞ്ഞപ്പോൾ വികാരിയച്ഛനും എൻ്റെ ആ ഇടവകയിലെ വികാരിയച്ഛനും കൂടെയുണ്ട്. അച്ഛൻ്റെ മുൻകാല സുവിശേഷ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിൽ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു ഇടവകയിൽ നാട്ടിൽ നിന്ന് ഒരു സുവിശേഷകനെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പോൾ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന പള്ളി അത്ര വചന താല്പര്യമൊന്നുമുള്ള പള്ളിയല്ല. അതിൻ്റെ ഭരണക്കാർക്ക് പിന്നെ അതിൻ്റെ ചെലവുകളൊക്കെ കണക്കൂട്ടുമ്പോൾ വേണ്ട, കൺവെൻഷനോ ധ്യാനയോഗങ്ങളൊക്കെ വേണ്ട എന്ന് വയ്ക്കുന്ന പള്ളിക്കാരാണ്. പക്ഷേ അച്ഛന് അങ്ങനെയല്ല. അച്ഛനിരിക്കുന്ന നാളിൽ ഒരു ധ്യാനമൊക്കെ നടത്തണമെന്നുള്ള ചിന്തയിൽ നാട്ടിൽ നിന്നൊരു സുവിശേഷകനെ വിളിച്ചു എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ
അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അവിടെ ഉച്ചയ്ക്ക് ഈ ധ്യാനത്തിന് വരുന്നവർക്ക് കഞ്ഞിയും പയറും, പകല് ധ്യാനയോഗം, വൈകുന്നേരം കൺവെൻഷൻ. അപ്പോൾ വൈകുന്നേരം ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും കൊടുക്കുന്ന, അച്ചാറും കൊടുക്കുന്ന ഒരു രീതിയുണ്ടായി അവിടെ. അപ്പോൾ യാക്കോബറ്റ് പള്ളി ആയതുകൊണ്ട് അവിടെ പിന്നെ താമസിക്കേണ്ട ആവശ്യമില്ല, അച്ഛന്മാരൊന്നും താമസിക്കാറില്ല. അതുകൊണ്ട് അവിടെ ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പള്ളിയിൽ ബന്ധപ്പെട്ട എല്ലാവരും വൈകുന്നേരം വീട്ടുകളിൽ പോകുന്നതുകൊണ്ട് ഈ അച്ഛനും ഈ സുവിശേഷകനും പ്രത്യേകമൊന്നും അവർ കരുതിയില്ല. ഈ ഉച്ചത്തെ പയറും ഈ അച്ചാറും എടുത്ത് ചൂടാക്കി, ഈ കഞ്ഞിയും വൈകുന്നേരം ആയപ്പോൾ ഈ പാചകക്കാരൻ ചൂടാക്കി വെച്ചിട്ട് പോയി. അപ്പോൾ ഈ സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വയറിന് പ്രശ്നമാണെന്ന് പറയുന്നത്, ഈ പയറ് 2 നേരം കഴിച്ച. അപ്പോൾ അദ്ദേഹം അച്ഛനോട് ചോദിച്ചു എന്നാണ് പറയുന്നത്, നാട്ടിലെങ്ങും പയറ് കിട്ടാഞ്ഞിട്ടാണോ അച്ഛൻ ഞാൻ ഈ വയനാട്ടിലേക്ക് വന്നതെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. നാട്ടിലെങ്ങും പയറില്ലാഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക ബലഹീനത ആയിരിക്കാം അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അസ്വസ്ഥതകളായിരിക്കാം അദ്ദേഹത്തിനെ പറയിപ്പിച്ചത്. പക്ഷേ അച്ഛൻ പറയുന്നത്, എൻ്റെ കഷ്ടപ്പാടും അല്ലെങ്കിൽ എൻ്റെ ദാരിദ്ര്യവും അല്ലെങ്കിൽ ഞാൻ ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും മനസ്സിലാക്കാതെ ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ കരുതുന്ന ഒരു സുവിശേഷകനെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞ് അതിനകത്ത് ഒരു അതെനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, എനിക്കത് വിഷമമായി, പിന്നീട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല എന്ന് അച്ഛനിങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ ഇത് ഏതൊരു സുവിശേഷകൻ്റെയും ജീവിതത്തിലുണ്ടാകുന്ന ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. എങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണോ വിളമ്പുന്നത് അത് ഭക്ഷിക്കാനുള്ള ഒരു വിളിയാണ് സുവിശേഷ വിളി എന്നുള്ള ഒരു കാര്യം കൂടി നമ്മളതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യേശു പറഞ്ഞിരിക്കുന്നത്, വിളവധികം വേലക്കാർ ചുരുക്കം, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണമെന്നാണ്. വിളവ് അധികമാണ്, കൊയ്യാനിങ്ങനെ ധാരാളം കിടക്കുകയാണ്, വേലക്കാരില്ല. ഇന്നത്തെ കൊയ്ത്തിൻ്റെ അനുഭവം പോലെ തന്നെയാണ്. പാടത്തെ കൊയ്ത്തുകാർക്ക് കൃഷി ഇറക്കിയിട്ട് കൊയ്യാൻ ആളെ കിട്ടുന്നില്ല എന്നുള്ള അതേ അനുഭവം തന്നെയാണ് ദൈവരാജ്യത്തിൻ്റെ വേലയിലും. ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്യുവാൻ ആരുമില്ല. എല്ലാവരും ഇങ്ങനെ പണം സമ്പാദിച്ച് ദൈവവേല ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ദൈവവേല നടത്തുന്നിടത്തിലൊക്കെ ഇങ്ങനെ ദശാംശം കൊടുത്ത് വലിയ ആളുകളായിട്ട് അങ്ങനെ നടക്കണം എന്നുള്ളതല്ലാതെ സുവിശേഷ വേലയ്ക്ക് കഷ്ടതകൾ സഹിച്ചിറങ്ങാൻ ആളില്ല. അതുകൊണ്ട് യേശു തന്നെ പറയുകയാണ്, വിളവധികമാണ്, വേലക്കാർ ചുരുക്കമാണ്. അതുകൊണ്ട് വിളവിൻ്റെ നാഥനോട് വേലക്കാരെ അയക്കുന്നതിന്, വേലക്കാരെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകൾ സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് അത് ഭാഗ്യമായി കണ്ടുകൊണ്ട് ഇറങ്ങാൻ വേണ്ടിയും ഒരാഹ്വാനമുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടെന്ന് ഇവിടെ ഈ ധ്യാനത്തിലൂടെ നമ്മൾ ഓർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവർ, മറ്റൊന്ന് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ചാണ്, നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയണം. ആ രാജ്യത്തിന് അല്ലെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക്, ആ വീടിന്, ആ സമൂഹത്തിനൊക്കെ അത് നിത്യ ശിക്ഷയ്ക്ക് കാരണമാകുമെന്നെല്ലാം അവിടെ പറയുന്നുണ്ട്. പ്രിയമുള്ളവർ, രണ്ടാമത്തെ വായന പ്രഭാതത്തിൻ്റെ വായനയാണ്. ഞാൻ പെട്ടെന്ന് ഓടി അതിലേക്ക് പോകട്ടെ. പ്രഭാതത്തിൻ്റെ വായനയിൽ ഇങ്ങനെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവർ തിരിച്ചു വന്ന് പറയുന്ന സന്തോഷമാണ്. പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങി എന്നാണ് അവർ പറയുന്നത്. ഹല്ലേലൂയ! അത് വലിയ അത്ഭുതമായി. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ശിഷ്യന്മാർ യേശു പറഞ്ഞതനുസരിച്ച് പോയിട്ട് അവർക്കൊരു ഭയവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഈ ചെന്നായ്ക്കളുടെ നിന്ന് ഒരു ദോഷവും ഉണ്ടായില്ല. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയുന്നു എന്ന് പറയുന്ന അനുഭവമുണ്ടായി. മനുഷ്യനെ ആകമാനം തെറ്റിക്കുന്ന പിശാച് പോലും ഈ ശിഷ്യന്മാർക്ക് കീഴടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ യേശു അവരോട് പറയുന്ന മറുപടി ഇതാണ്, പിശാചുക്കൾ കീഴടങ്ങി എന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കണം, മറിച്ച് സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതപ്പെട്ടതിനാൽ സന്തോഷിക്കണം. ഞാൻ ദൈവത്തിൻ്റെ ആ വചനം, ദൈവത്തിന് വേണ്ടി ആ വാക്കനുസരിച്ച് അവരിറങ്ങിയപ്പോൾ അവരുടെ പേരെല്ലാം സ്വർഗത്തിൽ എഴുതപ്പെട്ടു. ഹല്ലേലൂയ! പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ അനുസരിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് അത്ഭുതങ്ങളാണ്. ഈ സാത്താൻ പോലും നമ്മളെ കാണുമ്പോൾ മാറി നിൽക്കും. യേശുനാമത്തിലാണ് നമ്മൾ വരുന്നത്. അവൻ്റെ വിജയക്കൊടിയാണ് നമ്മുടെ പതാക. നമ്മുടെ അങ്കി അവൻ്റെ രക്തത്തിൽ മുക്കിയതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സാത്താൻ പോലും മാറി നിൽക്കും. മാത്രമല്ല, നിങ്ങൾ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നതിനാൽ
സന്തോഷിക്കുവിനെന്നാണ്. യേശു അത് തന്നെയല്ല, യേശു സന്തോഷിക്കുകയാണ്. എങ്ങനെ? യേശുവിൻ്റെ പ്രാർത്ഥനയുണ്ട്. പിന്നെ യേശു ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിക്ക് തൻ്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് അവർ സന്തോഷത്തോടെ തിരിച്ചു വന്നു കണ്ടപ്പോൾ യേശു ആഹ്ലാദം കൊണ്ട് നിറഞ്ഞിട്ട് യേശു പ്രാർത്ഥിക്കുന്നതാണ്. ഇത് ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്ത ദൈവപിതാവിൻ്റെ ഇഷ്ടത്തെ അങ്ങ് പ്രകീർത്തിക്കുകയാണ് യേശു. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങൾ കണ്ട കണ്ണ് ഭാഗ്യമുള്ളവ എന്ന് പറയുകയാണ്. അപ്പോൾ എത്രമാത്രം നമുക്ക് ഒരു ഔന്നത്യവും എത്രമാത്രം മഹത്തരമായൊരു കാര്യത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടതെന്ന് തിരിച്ചറിയണം. ഈ കാര്യങ്ങൾ കണ്ട കണ്ണ് ഭാഗ്യമുള്ളവ. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ഈ വേലയ്ക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് ഈ ദൈവത്തിൻ്റെ അത്ഭുതം സാത്താൻ പോലും നമ്മളെ കാണുമ്പോൾ പേടിച്ച് മാറുന്നത് കാണുന്ന അനുഭവം കണ്ട കണ്ണ് ഭാഗ്യമുള്ളവ. അപ്പോൾ എത്രയോ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമെന്ന് പൗലോസ്ലീഹ പറഞ്ഞ് ചുമ്മാ പറഞ്ഞതാണോ? അത്രമാത്രം മനോഹരമായ മഹത്തരമായൊരു വിളിയാണ്. പക്ഷേ പലപ്പോഴും പ്രിയമുള്ളവരെ, ഈ മഹത്തരമായ വിളിയെക്കുറിച്ച് ധ്യാനിക്കാനോ ചിന്തിക്കാനോ ആർക്കും സാധിക്കുന്നില്ല. ആരും അതിനകത്ത് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ നാളത്തെ കുർബാനയുടെ വായനകളിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൽ മോശയുടെ നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് അതിൻ്റെ 33-ാം അധ്യായം 23-29 വചനങ്ങളാണ്. 23 മുതൽ 29 വരെ വചനങ്ങൾ. മോശ ഇസ്രായേൽ ജനത്തെ ആശീർവദിക്കുന്ന ഭാഗമാണത്. ഇസ്രായേലിനെ പോലെ മറ്റൊരു ജനത ആരാണുള്ളതെന്നാണ് ചോദിക്കുന്നത്. കാരണം മോശ ഈ ദൈവവിളി സ്വീകരിച്ച് ഈ ദൈവവിളിക്കനുസരിച്ച് അദ്ദേഹം ജീവിച്ചപ്പോൾ അദ്ദേഹത്തോട് ദൈവം മുൻകൂട്ടി പറഞ്ഞു, നീ ഇന്നിടത്ത് വെച്ച് മരിക്കും, നിനക്ക് പകരം ഇന്നയാളെ നീ നേതാവായി തിരഞ്ഞെടുക്കണം, നീ കാനാൻ ദേശം കാനാൻ ദേശത്ത് നീ എത്തില്ല, കാനാൻ ദേശം നിന്നെ ഞാൻ കാണിക്കും എന്നൊക്കെ ഇങ്ങനെ ആ പുസ്തകത്തിൽ അതിൻ്റെ എന്താ പറയുന്നത് 32 അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതൊക്കെ വായിച്ച് ധ്യാനിക്കണം. ഫുൾ പെർഫെക്റ്റ് ആയിരിക്കണമെന്നാണ് പറയുന്നത്. അവിടെ മോശയുടെ കയ്യിൽ ഒരു പോരായ്മ വന്നതിന് പോലും മോശയെ ദൈവം എന്താ പറയുന്നത് ഒരു കുറവ് വരുത്തിയിട്ടാണ് മോശ അവിടെ മരണത്തെ സ്വീകരിക്കുന്നു. പക്ഷെ അതൊന്നും മോശയ്ക്ക് ദൈവം എന്ത് തരുന്നോ, ദൈവത്തോടൊരു പിറുപിറുപ്പുമില്ലാതെ മോശ നിനക്ക് എന്നൊരു കുറവ് ഞാൻ വരുത്തുമെന്ന് പറഞ്ഞിട്ടൊന്നും മോശയ്ക്കൊരു കുറവുമില്ല. പ്രിയമുള്ളവരെ, അവിടെ ഇങ്ങനെ നമ്മൾ എന്താ പറയുന്നത് വലിയൊരു ആശീർവാദം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുകയാണ്. എന്താണ് ആ വലിയ ആശീർവാദം? ഈ ഇസ്രായേലിനെ പോലെ മറ്റൊരു ജനത ഏതുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചു, ദിവ്യാരോഹണത്തിൻ്റെ ഗോവണി എന്ന് പറയുന്ന ഒരു പുസ്തകം, വിശുദ്ധ ക്ലിമാക്കൂസ് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഇങ്ങനെ ഞാൻ വായിക്കാനിടയായി, ഒരു സന്യാസി അദ്ദേഹത്തിൻ്റെ സന്യാസ ദീക്ഷ സ്വീകരിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു സ്നേഹവിരുന്ന്, വളരെ ലളിതമായിട്ട് ഒരു സ്നേഹവിരുന്ന് നടത്തി. ആ സ്നേഹവിരുന്നിൽ ഒരു നീഗ്രോയെ പോലെ ഒരാൾ, നല്ല ചുരുണ്ട മുടിയുള്ള ഒരാൾ വന്ന് ഭക്ഷണപദാർത്ഥങ്ങൾ വിളമ്പി എന്നും, ഇയാൾ വിളിച്ചതും ആളുമല്ല, ഈ സന്യാസി വിളിച്ചതുമല്ല, ഈ സന്യാസിക്ക് അറിവുമില്ല. പക്ഷേ നല്ല സുന്ദരനും നല്ല തെളിമയുള്ള ഒരു മുഖത്തോടു കൂടിയുള്ള ഒരു മനുഷ്യൻ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ വിളമ്പി. ഇതെല്ലാം കഴിഞ്ഞ് ഈ സന്യാസ ദീക്ഷ സ്വീകരിച്ചയാളുടെ ഈ സ്നേഹവിരുന്നെല്ലാം കഴിഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇതാരായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു എന്നാണ് പറയുന്നത്, അത് മോശയായിരുന്നു. നിൻ്റെ സന്യാസം സ്വീകരിച്ചതിന് അത്രമാത്രം വില കൽപ്പിക്കപ്പെട്ടു വന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ താബോർ മലയിൽ രൂപാന്തരീകരണ സമയത്തും ഈ മോശ അവിടെ വന്നു, യേശുവിനോട് സംസാരിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ കാനാൻ ദേശം കാണിച്ചില്ല എന്ന ഒരു കാരണം അവിടെ പറയുന്നുണ്ടെങ്കിലും മോശ ഫുള്ള് ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ടവനായിരുന്നു. യേശുവിനോട് സംസാരിക്കാൻ തക്കവണ്ണമുള്ള, മരണാനന്തര ശേഷവും സംസാരിക്കാൻ തക്കവണ്ണമുള്ള പ്രാപ്തി നേടിയവനായിരുന്നു. ആ മോശയാണ് ഇസ്രായേൽ ജനത്തെ എന്താ പറയുന്നത് ആശീർവദിക്കുന്നത്. ഇത് ഇങ്ങനെയൊരു ജനം എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുന്നത്. യാക്കോബായ സഭയുടെ
സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ വിവാഹ കൂദാശയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സോനു നൃപതി സലോമോൻ വിമല സഭേ, നിന്നെ ലാളിപ്പോ നിന്നാദരങ്ങൾ മധു വർഷിക്കുന്നു. സഭയെക്കുറിച്ചുള്ള ഒരു വർണ്ണനയാണത്. സുന്ദരികളിൽ അതിസുന്ദരിയാണ്, ജാതികളിൽ നീ സൂനുമാണ്. ഏത് ജനതയിലെടുത്തു നോക്കിയാലും നീ പ്രിയപ്പെട്ടതാണ് ദൈവത്തിന് എന്നാണ് അവിടെ വർണ്ണന. ഇതുപോലെ മോശയും വർണ്ണിക്കുകയാണ് ഇസ്രായേലിനെ കുറിച്ച്. ഇസ്രായേലിൻ്റെ ദൈവവിളി, ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പ്, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കരുതൽ, ഇതെല്ലാം മോശ വർണ്ണിക്കുകയാണ്. ഇതുപോലെ ഒരു ജനത മറ്റേതുണ്ട് എന്ന് ചോദിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മളുടെ തിരഞ്ഞെടുപ്പും നമ്മളുടെ വിളിയും നമ്മളെ ആക്കി വച്ചിരിക്കുന്ന അവസ്ഥയും നമ്മുടെ സഭയൊക്കെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മളുടെ ആ ദൈവവിളിയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് നമ്മൾ അഭിമാനം കൊള്ളണം. ഹല്ലേലൂയ. രണ്ടാമത്തെ വായന യോശുവയുടെ പുസ്തകത്തിൽ നിന്നാണ് പ്രിയമുള്ളവർ. 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ യെരിഹോയുടെ പതനമാണ്. യെരിഹോ കോട്ട തകർന്നു വീഴുന്നതാണ്. എങ്ങനെയാണ് തകർന്നു വീഴുന്നറിയുമോ? ആരും ഒന്നും ചെയ്തിട്ടില്ല. പുരോഹിതന്മാരുൾപ്പെടെ എല്ലാവരും ചേർന്ന് കാഹളമൂതി പ്രാർത്ഥിച്ചു. വളരെ അട്ടഹസിച്ച് അവർ പ്രാർത്ഥന നടത്തി. 7 പ്രാവശ്യം ജെറിക്കോ കോട്ട അവർ വലം വെച്ചപ്പോൾ 7-ാം പ്രാവശ്യം അത് നിലംപൊത്തി എന്നാണ്. പ്രിയമുള്ളവരെ, ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഏത് തിന്മയുടെ ശക്തിയും തകർന്നു വീഴും, നമുക്ക് ജയിക്കാൻ കഴിയുമെന്ന് അതിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരേ മനസ്സോടെ ഇന്ന് സഭയൊക്കെ ചിന്തിക്കേണ്ടതാണ്. സഭാപിതാക്കന്മാരും വൈദികരും അൽമായരൊക്കെ അല്ലേ എല്ലാവരും ചേർന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റപ്പെടുത്താതെ, പരസ്പരം ചെളിവാരി എറിയാതെ, പരസ്പരം വീഴ്ചകൾ പറഞ്ഞ് ആഘോഷിക്കാതെ ഒരു മനസ്സോടെ ഒരുമനപ്പെട്ട് ഐക്യത്തോടെ നേതൃത്വത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഏത് പ്രതിസന്ധിയെയും സഭയ്ക്ക് ജയിക്കാൻ കഴിയും, ഒരു പള്ളിക്ക് ജയിക്കാൻ കഴിയും, ഒരു കുടുംബത്തിന് ജയിക്കാൻ കഴിയുമെന്നുള്ളത് യെരിഹോ കോട്ട തകർന്നതിലൂടെ നമുക്ക് മനസ്സിലാകാം. അതുകൊണ്ട് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം വ്യക്തമായി നമ്മൾ വായിച്ച് ധ്യാനിക്കണം. പുരോഹിതന്മാർ കാഹളമൂതി എല്ലാ യോശുവയുടെ നേതൃത്വത്തിലാണ് ആ കാഹളമൂതി യെരിഹോ കോട്ട തകർത്തത്. പ്രിയമുള്ളവർ, അപ്പോസ്തലന്മാർ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കൊണ്ട് സ്തുതിച്ചപ്പോൾ അവരുടെ ചങ്ങല അഴിഞ്ഞു വീണു, ബന്ധനങ്ങൾ അഴിഞ്ഞു വീണു. അതുകൊണ്ട് പ്രിയമുള്ളവർ, ദൈവത്തെ ആരാധിക്കുന്നത് ഒരേ മനസ്സോടെ ഐക്യപ്പെട്ട് നമ്മൾ ചെയ്താൽ വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. വീണ്ടും പ്രിയമുള്ളവരെ, 3-ാമത്തെ വായന പഴയ നിയമത്തിലെ ഹോശായുടെ പുസ്തകത്തിൽ നിന്നാണ്. ഹോസിയ പ്രവാചകൻ യഹോവയുടെ വാക്കുകൾ അനുസരിക്കാതെ രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ ഇസ്രായേൽക്കാർ അന്യരാജാക്കന്മാരുടെ അടുത്ത് പോവുകയും അവിടുത്തെ രീതികളൊക്കെ സ്വീകരിക്കുകയും അങ്ങനെ അവർ ദൈവകോപം ഏറ്റുവാങ്ങുകയും ചെയ്ത അനുഭവമാണ് അതിലൂടെ വായിച്ചറിയുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇത് ദൈവകോപത്തിന് ഞങ്ങൾ പാത്രമായി അന്യദേവന്മാരെ ആരാധിക്കാനും അന്യരാജാക്കന്മാരുടെ ഉപദേശങ്ങൾക്ക് പോകരുതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുന്ന ഭാഗമാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുക. അതിലൂടെ ദൈവം ഈ സന്ദേശം നമുക്ക് കിട്ടുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മൾ തിരിച്ചു വരണമെന്നുള്ളതാണ്. നമ്മൾ ഇതുപോലെ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം പോകുന്നത് ഇതുപോലുള്ള സ്ഥലത്തേക്കാണല്ലോ, ദൈവത്തിൻ്റെ അടുത്തേക്കല്ല നമ്മൾ പോകുന്നത്. ആദ്യം പോകുന്നത് കാരണം അന്വേഷിച്ചാണ്. അപ്പോൾ അവിടെ കക്കൂസിരിക്കുന്ന സ്ഥലം ശരിയല്ല, പിന്നെ മുറ്റത്ത് മതിൽ കെട്ടിയേക്കണ ശരിയല്ല, മുറ്റം തിരിച്ചിട്ടില്ല, കട്ടളപ്പടി ഇരിക്കുന്നത് ശരിയല്ല, ആ മുറിക്ക് അളവ് ശരിയല്ല, അതിലൂടെ ഓട്ടമില്ല, ഇങ്ങനെ കുറേ 100 കാര്യങ്ങളാണ് ഇവർ പറയും. നമ്മുടെ വീട് ശരിയല്ല, നമ്മുടെ വീടിരിക്കുന്ന കാര്യം ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന്. പക്ഷേ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. കാരണം നമ്മൾ പ്രശ്നക്കാരൻ്റെ അടുത്താണല്ലോ ചെന്നിരിക്കുന്നത്, പ്രശ്നം ഉണ്ടാക്കുകയല്ലാതെ പരിഹരിക്കുന്നവൻ്റെ അടുത്തല്ലോ ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജനത്തിന് ഈ കാര്യം തിരിച്ചറിഞ്ഞു, അവർ മനസ്സിലാക്കി ദൈവം തന്നെയാണ് ഇതിനകത്ത് പരിഹരിക്കാനുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഹോസിയ പ്രവാചനം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം അത് ദൈവജനം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ 4-ാമത്തെ വായന
യെശയ്യാ പ്രവചനം 65-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെ വാക്യങ്ങളാണ്. അതിലും ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവത്തോട് ചേർന്ന് നിന്നാൽ വലിയ അനുഗ്രഹവും വിഗ്രഹസേവയ്ക്ക് പോയാൽ വലിയ അനർത്ഥങ്ങളും അനുഭവിക്കുമെന്നാണ് ആ ചിന്തയിലൂടെ നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, വളരെ എന്താ പറയുക, ഗഹനമായ ഒരു ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ട ഒരു വായനകളൊക്കെയാണ്. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഓടിച്ചു പോകുന്നതേ ഉള്ളൂ. ഇതൊക്കെ വ്യാഖ്യാനിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് ഒരു ദിവസം പോലും തീരില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയുടെ ലേഖനങ്ങളിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം, പ്രാർത്ഥനയോടെ ഇരിക്കാം. അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ആ പൊതുവിനെഴുതിയ ലേഖനം അവിടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ, യേശുവിൻ്റെ ശിഷ്യന്മാർ, അവർക്ക് വേണ്ടി ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. POC ബൈബിളാണ് ഞാൻ വായിക്കുന്നത്. ശിഷ്യന്മാരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ എബ്രായർക്കാർക്കെതിരെ പിറുവിറുത്തു. ഉണ്ടോ? ഗ്രീക്കുകാർ അവരുടെ വിധവകളും അവരുടെ ആളുകളൊക്കെ അവഗണിക്കപ്പെടുന്നു. എബ്രായർക്കാരുടെ ആളുകളും എബ്രായർക്കാരുടെ എല്ലാവർക്കും കൃത്യമായി കിട്ടുന്നു. പ്രതിദിനമുള്ള സഹായ വിതരണം. നമുക്കതിൻ്റെ പശ്ചാത്തലം അറിയാലോ പ്രിയമുള്ളവരെ. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ അവരെല്ലാം തങ്ങൾക്കുണ്ടായിരുന്നെല്ലാം പൊതുവക എന്ന് തന്നെ ആരും ഒന്നും സ്വന്തം അവകാശപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പൊതുസമൂഹം എല്ലാവരാലും എന്താ പറയണേ, അപ്പോസ്തലന്മാരാൽ നീതിയോടെ സമത്വത്തോടെ ജീവിക്കുന്ന ഒരനുഭവം. പ്രിയമുള്ളവർ, അതിൻ്റെയൊക്കെ ഭാഗങ്ങൾ മുന്നോട്ടുള്ള നമ്മുടെ ദിവസേനയുള്ള ശുശ്രൂഷയിൽ മുന്നോട്ട് സംസാരിക്കുന്നതാണ്. ഇവിടെ പ്രതിദിനമുള്ള വിതരണത്തിൽ, സഹായ വിതരണത്തിൽ ഈ ഗ്രീക്കുകാർ അവഗണിക്കപ്പെടുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ഈ സമൂഹത്തെ മുഴുവൻ ഒന്നിച്ചു കൂട്ടിച്ചേർത്ത് പറയുകയാണ്: ഞങ്ങൾ വചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകൾ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. ഒരു വലിയ ഒരു ധ്യാനം അവരുടെ ഉള്ളിൽ വരികയാണ്. ഞങ്ങൾ ഈ ചെയ്യേണ്ട പണി ചെയ്യാത്ത ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നുള്ള ഒരു വിചാരമാണ്. ഞങ്ങൾ ദൈവവചന ശുശ്രൂഷ ഉപേക്ഷിച്ച് മേശമേൽ ശുശ്രൂഷിക്കുന്നത് ഉചിതമല്ല. കണ്ടോ പ്രിയമുള്ളവരെ, ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വരണം. എല്ലാ ശുശ്രൂഷ സ്ഥലത്തും രൂപപ്പെടണം. എല്ലാ ദേവാലയങ്ങളിലും അത് രൂപപ്പെടണം. എല്ലാ ആത്മീക മേഖലകളിലും അത് രൂപപ്പെടണം. അവരവരായിരിക്കുന്ന മേഖലകളിൽ അവരവർ പ്രവർത്തിക്കണം. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ധ്യാനമാണിത്, വചന ശുശ്രൂഷ. അപ്പോൾ അപ്പോസ്തലന്മാർ പറയുകയാണ്: ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. അപ്പോൾ ആത്മീയ മേഖലകളിൽ, പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരുടെ ഗണത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന, തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സഭയിലെ ഉന്നതന്മാരായിട്ടുള്ള ആത്മീയ പിതാക്കന്മാർ, അവരുടെ ഉത്തരവാദിത്വവും അവരുടെ നിർബന്ധവുമാണ് വചന ശുശ്രൂഷ എന്ന് പറയുന്നത്. വചന ശുശ്രൂഷ, ആ വചന ശുശ്രൂഷ വിട്ടിട്ട് അവർ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ചാരിറ്റികളിലേക്കൊക്കെ പോകുമ്പോൾ അതിനാൽ തന്നെ സഭ വളരാതെ വരും. സഭ വളരുന്നത് വചന ശുശ്രൂഷയിലൂടെയാണ്. എന്നെ തിരിച്ചറിയിപ്പിച്ച ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ 29 വർഷമായിട്ട് ഭിക്ഷാടകരുടെ ഇടയിൽ, യാചകരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ, മാനസികരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നതാണ്. എന്നാൽ ഈ 29 വർഷമായിട്ടും എൻ്റെ മുൻസ്ഥാനം, ഞാൻ 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്ന ദൈവവചന പ്രഘോഷണത്തിനാണ്. ദൈവവചന പ്രഘോഷണത്തിലൂടെയാണ് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ദൈവത്തിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ ബലത്താൽ, ദൈവം തരുന്ന സാമ്പത്തിക കാര്യങ്ങളാൽ നടന്നു പോകുന്നത്. 1-ാം സ്ഥാനം, എല്ലാ സ്ഥാനവും വചനപ്രഘോഷണത്തിനാണ്. വചനപ്രഘോഷണം നടത്താതെ ആരെന്ത് ചാരിറ്റിക്ക് പോയാലും അത് ശാശ്വതമായ ഒരു ദൈവകൃപയിൽ നിലനിൽക്കില്ല. അത് ഭാവിയിൽ മനുഷ്യൻ്റെതായിട്ട് മാറുമെന്നുള്ളത് ആ തിരിച്ചറിവ് ഈ അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് നൽകുകയാണ്. അങ്ങനെ അവർ 7 ഡീക്കന്മാരെ തിരഞ്ഞെടുത്തു എന്നാണ് ഇതിലൂടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ ലേഖനം പൗലോസ്ലീഹ പൊതുവിനെഴുതിയത് ഇവിടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ,
അതുപോലെ രണ്ടാമത്തെ ലേഖനം പൗലോസിൽ എഴുതിയ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെ വാക്യങ്ങളാണ്. വളരെ എളുപ്പത്തിൽ പറയട്ടെ, ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നവർ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ കഴിക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പങ്കുചേർന്നിട്ടുള്ളവർ, മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി, മാമോദീസ സ്വീകരിക്കുമ്പോഴാണല്ലോ പ്രിയമുള്ളവരെ സുറിയാനി സഭയിൽ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നൽകപ്പെടുന്നത്. പർദീസായിൽ ആദാം രുചി നോക്കാത്ത ഫലം സാമോദം വയ്ക്കുന്നു ഈ നാൾ നിൻവായിൽ നിന്നാണ്. അപ്പോൾ ആദാമിന് ലഭിക്കാത്ത ആ ഭാഗ്യം മാമോദീസ മുങ്ങിയ കുഞ്ഞിന് കിട്ടുമ്പോൾ പ്രിയമുള്ളവരെ, ആ കുഞ്ഞ് അത് വലുതാവുമ്പോഴും അതിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ട കാര്യമാണ്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് ഒരിക്കലും ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, വീണ്ടും സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം ഏവൻഗേലിയൻ വായിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ഏവൻഗേലിയൻ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 23 വരെ വാക്യങ്ങളിൽ നിന്നാണ്. പ്രിയമുള്ളവരെ, വളരെ പരിചിതമായ ഒരു സംഭവമാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റുന്നു എന്നുള്ളത്. അത് അവിടെ വ്യക്തമായി പറയുന്നത് എങ്ങനെയാണ്? സ്ത്രീകൾ ഒഴികെ എന്ന് പറയുന്നുണ്ട്. സ്ത്രീകൾ ഒഴികെ, കുട്ടികളും ഒഴികെ. അപ്പോൾ ഏകദേശം സ്ത്രീകളും കുട്ടികളും കൂടി വരുമ്പോൾ നല്ലൊരു സംഖ്യ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 20,000 30,000 ഒക്കെ എന്ന് വരാൻ സാധ്യതയുണ്ടെന്ന് വേദപുസ്തക പണ്ഡിതന്മാർ സംസാരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത്രയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന്. എന്തായാലും ഇവിടെ വലിയൊരു അത്ഭുതം നടക്കുകയാണ്. എന്താണ് ഈ അത്ഭുതമെന്ന് പറയുന്നത്? ആദിമ ഇസ്രായേലിലും ഈ അത്ഭുതമാണ് നടന്നത്. പ്രിയമുള്ളവരെ, ആദിമ ഇസ്രായേലിനെ മോശയുടെ നേതൃത്വത്തിൽ നടത്തുമ്പോഴും അവർക്ക് മന്ന കൊടുത്തുകൊണ്ടാണ് അവരെ വിശ്വാസത്തിലേക്ക് ദൈവം കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആവശ്യമായ പ്രഥമമായ ആവശ്യം എന്താണ്? മനുഷ്യൻ്റെ ജലം, ആഹാരം, വസ്ത്രം, സ്വൈര്യമായി പാർക്കാനൊരിടം. അപ്പോൾ വസ്ത്രവും ആഹാരവും കുടിക്കാൻ വെള്ളവും സ്വൈര്യമായി പാർക്കാൻ ഒരിടവും മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യമാണെങ്കിൽ യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഇത് ഒരു കുറവുമില്ലാതെ നടത്തുമെന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം ഇവിടെ പ്രവാചകന്മാരെക്കാൾ വലിയവനാണ് യേശു എന്ന് നമ്മളിവിടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ യേശുവിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ആ നാളിൽ തന്നെയും പ്രിയമുള്ളവരെ, അവർക്ക് അപ്പം കൊടുത്ത് തൃപ്തരാക്കിക്കൊണ്ട് വലിയ അത്ഭുതം അവിടെ നടത്തിയെങ്കിൽ പ്രിയമുള്ളവരെ, അത്ഭുതം എന്ന് പറയുന്നത് എന്താണ്? ഈ അത്ഭുതം എന്ന് പറയുന്നത് അവരുടെ വിശപ്പടക്കി എന്നുള്ളതാണ്. വിശപ്പടക്കി എന്നുള്ളതാണ് അത്ഭുതം. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മോശ ഇസ്രായേലിൻ്റെ വിമോചകനായിട്ട് വരുമ്പോഴും ദൈവം മോശ വഴി അവർക്ക് മന്ന കൊടുത്ത് വിശപ്പടക്കി അവരെ വിശ്വാസത്തിലേക്ക് നയിച്ചു. ഏലിയാ പ്രവാചകൻ്റെ ജീവിതത്തിലും സാരെഫാത്തിലെ വിധവയുടെ വീട്ടിലേക്ക് അയച്ചുകൊണ്ട് അവളുടെ വിശപ്പടക്കി ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട് തീർത്ത് അവിടെ അത്ഭുതം പ്രവർത്തിച്ച് വിശ്വാസത്തിലേക്ക് നയിച്ചു. ഏലീഷ പ്രവാചകൻ്റെ കാലത്തും വിധവയുടെ വീട്ടിലും ശൂനൻകാരിയുടെ അടുത്തും വലിയ സമൂഹത്തിലും അപ്പം വർദ്ധിപ്പിച്ച് വിശപ്പടക്കി അവരെ മുന്നോട്ട് നയിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നും ഈ കാലഘട്ടത്തിലും ഇത് വലിയ അത്ഭുതമായി നടക്കുന്നു എന്നുള്ളത് എന്താ പറയുന്നത്, വലിയ അത്ഭുതമുളവാക്കുകയാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞല്ലോ, കഴിഞ്ഞ 29 വർഷമായി വഴിയരികിലൂടെ അലഞ്ഞു നടക്കുന്ന നിർധനരും നിരാശ്രയമായ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ മറ്റുള്ളവരുടെ കൈനീട്ടി നടക്കേണ്ട മനുഷ്യരെ, നൂറുകണക്കിന് ആളുകളെ ഇന്ന് വരെയും പോറ്റി. ഇപ്പോൾ ഇവിടെ പ്രത്യാശ ഭവനിൽ 60 മക്കളുണ്ട്. ഈ 60 പേരെയും അവരുടെ ആവശ്യത്തിനായ വസ്ത്രം, മരുന്ന്, ഭക്ഷണം, എല്ലാ കാര്യങ്ങളും അവരെ നോക്കാൻ 15 സ്റ്റാഫുണ്ട്. എത്രയോ മാസ ശമ്പളം ഇവർക്കെല്ലാം കൊടുക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവർ, അങ്ങനെ കൊടുത്തുകൊണ്ട് ഇവിടെ ഈ ശുശ്രൂഷ ദൈവം അതിമനോഹരമായി അത്ഭുതം പ്രവർത്തിച്ച് നടത്തുകയാണ്. പ്രിയമുള്ളവരെ, ഓർക്കുക, ഒരു സംഭവം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഇവിടെ ഒരു സംഭവമുണ്ട്. കൽക്കട്ടയിൽ മദർ തെരേസയുടെ ജീവിതത്തിലൊരു സംഭവമാണ്. ഞാൻ വായിച്ചതാണ്. കൽക്കട്ടയിലെ മദറിൻ്റെ സ്ഥാപനത്തിൽ 9,000 പേരുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അവർക്ക് ഭക്ഷണത്തിന് യാതൊരു വകയും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അവിടുത്തെ ഒരു സിസ്റ്റർ വന്നിട്ട് മദറിനോട് പറഞ്ഞു, വെള്ളി ശനി ദിവസങ്ങളിലേക്ക് നമുക്ക് അരിയില്ല, ഒരു സാധനവും ഇല്ല എന്ന് പറഞ്ഞു. വെള്ളി ശനി ദിവസങ്ങളിലേക്ക് ഇത് ജനങ്ങളോട് പറയണമെന്ന് പറഞ്ഞു. എനിക്കിത് മനസ്സിലാവും.
പെട്ടെന്ന് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ശുശ്രൂഷകരൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയൊക്കെ എന്നോട് വന്ന് പറയണത് സ്റ്റോറിലെല്ലാ സാധനവും തീർന്നു, അല്ലെങ്കിൽ ഇന്ന ആവശ്യങ്ങൾക്ക് ഒന്നുമില്ല കയ്യിൽ, ഇനി പൈസയില്ല, മേശയിൽ പൈസയില്ല, അക്കൗണ്ടിൽ പൈസയില്ല, സ്റ്റോറിലൊരു സാധനവുമില്ല. അപ്പോൾ നമ്മൾ അന്നേരം ഇവരോടൊന്നും മിണ്ടില്ല. ഈ മദറും ഈ സിസ്റ്ററോടൊന്നും മിണ്ടിയില്ല എന്നാണ് പറയുന്നത്. നമുക്കിവരോട് ഒന്നും മിണ്ടാനില്ല. കാരണം എന്താണ്? രണ്ട് കാരണമാണ്. ഒന്ന്, അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി അറിയാൻ തക്കവണ്ണമുള്ള വസ്തുവകളോ പണമോ നമ്മുടെ കയ്യിലില്ല. രണ്ട്, ഇത് ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ഒരു വിചാരം അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇവർ അസ്വസ്ഥരായിട്ട് ആകുലരായിട്ട് വന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് രണ്ടിനും പറ്റിയ മറുപടി ഈ അവരുടെ ചോദ്യത്തിന് അല്ലെങ്കിൽ അവർ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി നമുക്കില്ല. പക്ഷേ മറുപടി ഒരാളുടെ കയ്യിലുണ്ട്, യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ. അതുകൊണ്ട് നമ്മളൊക്കെ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കും. ഈ മദർ അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിരിക്കുകയാണ് ആ പുസ്തകത്തിൽ. മദറൊന്നും മിണ്ടിയില്ല. വെള്ളിയാഴ്ച, വെള്ളിക്കും ശനിക്കും ഒന്നുമില്ല എന്നാണ് പറയുന്നത്. വെള്ളിയാഴ്ചത്തേക്കും ശനിയാഴ്ചത്തേക്കും ആഹാരത്തിന് വകയില്ല. പക്ഷേ വെള്ളിയാഴ്ച 9 മണിയായപ്പോൾ ഒരു ട്രക്ക് മദറിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പടിക്കൽ നിന്നു എന്നാണ് പറയുന്നത്. എന്തോ കാരണത്താൽ അവിടെ ഗവൺമെൻറ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. എന്താ കാരണമെന്ന് അറിയില്ല. അപ്പോൾ ആ ഗവൺമെൻറ് സ്കൂളിന് ആ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചപ്പോൾ ആ സ്കൂളിലേക്ക് ദിനംപ്രതി കുട്ടികൾക്ക് കൊടുക്കുന്ന ബ്രെഡ് മൊത്തം ഈ മദറിൻ്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നത്. മദറിൻ്റെ കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? ഇത് ദൈവം പ്രവർത്തിച്ചു, ഇത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. 5 രൂപയും ഒരു രംഗുപട്ടിയുമായിട്ട് കൽക്കട്ട തെരുവിലേക്ക് ഇറങ്ങിയ മദറിൻ്റെ ജീവിതത്തിൽ 9000 യാചകരായ മനുഷ്യരെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വൈകല്യങ്ങൾ ഏറ്റുകൊണ്ട് നിർധനര ആരുമില്ലാതെ ചേരികളിലും കടത്തിണ്ണകളിലും ബസ് സ്റ്റാൻഡുകളിലും റോഡ് വക്കിലും വഴിയോരങ്ങളിലൊക്കെ വൃക്ഷത്തിൻ്റെ മരച്ചുവട്ടിലൊക്കെ കിടന്ന് ഉറങ്ങിയവരും ഉണ്ടും നിന്നും നടന്നും ഉറങ്ങാതെ നടന്ന ഈ 9000-ഓളം ആളുകളെ 5 രൂപയും ഒരു രംഗുപെട്ടി കൊണ്ട് എന്ത് നേടാനാന്ന് മദറിനറിയാം. പക്ഷെ മദറിനറിയാം, ഇവരെ സൃഷ്ടിച്ച ദൈവം, എന്നെ സൃഷ്ടിച്ച ദൈവം ഇതിന് മതിയായവനാണെന്ന് അറിയാം. ഇവിടെ അപ്പോസ്തലന്മാരും ചോദിക്കുന്നുണ്ട്, ഇതുകൊണ്ട് എന്താകും? 5 അപ്പവും 2 മീനും ഉണ്ട് കയ്യിൽ, എന്താകും? പ്രിയമുള്ളവർ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ചോദ്യമാണ് എന്താകുമെന്നുള്ളത്. എന്താകുമെന്നുള്ളടത്ത് തിരിച്ചൊരു ചിന്ത മനസ്സിൽ വന്നം ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. അങ്ങനെ ഇവിടെ യേശു അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് പ്രവാചകന്മാരെക്കാളും മോശയെക്കാളും വലിയവനാണ് ഞാനെന്ന് തെളിയിക്കുന്ന ഈ ഒരു ചിത്രവും കൂടി പിതാക്കന്മാർ നമുക്ക് നൽകിക്കൊണ്ട് യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് യേശുക്രിസ്തുവിലൂടെ അനേക നന്മകൾ ചെയ്ത് ലോകത്തെ ജീവിതം പൂർത്തിയാക്കി നിത്യജീവനിൽ ജീവിതം ആരംഭിക്കുവാൻ ഈ സുവിശേഷ ഭാഗങ്ങൾ നമ്മെ ക്ഷണിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കട്ടെ. ഒരു പ്രഭാതം കൂടി നമുക്ക് ദൈവം നന്നായി ആരാധനയിൽ പങ്കെടുക്കുവാൻ തരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.